Dear students, welcome to Arts Tech Tutorials. Signatures Common Course English 3rd Semester UG Program Calicut University. Let's move on to the poem When I Was Growing Up by Nellie Wong. Students, in the last two sessions we have been discussing the poem, then the poet, its social background, etc. And in the very last session we just started the poem. Today, this time, we will directly move to the next stanzas of the poem, and we will complete the whole poem. Okay, so let's move on. See, when I was growing up, my sisters with fair skin got praised for their beauty, and I fell further crushed between high walls. ഇപ്പോൾ ടീനേജ് ടൈമിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ചില വിഷമതകൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസ്, ഡിപ്രഷൻസ് ആണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫെയർ സ്കിൻ ഹെർ സിസ്റ്റേഴ്സ് വെയർ പ്രൈസ്ഡ് എ ലോട്ട്. അതായത് അവളുടെ സിസ്റ്റേഴ്സ്, അത് മേ ബി റിലേറ്റീവ്സ് ഓർ നൈബേഴ്സ്, അവർക്ക് അവരുടെ സ്കിൻ കളറ് ഒരു വൈറ്റ് സ്കിൻ, ഇവിടെ ഫെയർ സ്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് സ്കിന്നാണ്. വൈറ്റ് സ്കിൻ ഉള്ളതുകൊണ്ട് മാത്രം ഒത്തിരി പ്രശംസകൾ ഈ നമ്മുടെ ടീനേജ് ഗേളായ നരേറ്ററുടെ സിസ്റ്റേഴ്സിന് ഒത്തിരി അവർ കേൾക്കേണ്ടത്. ദേ വർ പ്രൈസ്ഡ് ബിക്കോസ് ഓഫ് ദെയർ ഫെയർ സ്കിൻ. ഫെയർ സ്കിൻ റിഫേഴ്സ് ഹിയർ ഈസ് ആക്ച്വലി വൈറ്റ് സ്കിൻ. വൈറ്റ് സ്കിൻ ആയതുകൊണ്ട് ഈ നരേറ്ററുടെ സഹോദരിമാരെന്ന് പറയുന്ന ആ മറ്റു പെൺകുട്ടികൾക്ക് ഒത്തിരി പ്രശംസ ലഭിച്ചിരുന്നു. ഇത് അവൾ ഇരിക്കുമ്പോൾ, ഇവർ ഒരുമിച്ച് ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും പറയുന്നത്, അടി നീ നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ, നല്ല മനോഹരിയായിരിക്കുന്നല്ലോ, നിൻ്റെ സ്കിൻ കളർ നല്ല രസമായിരിക്കുന്നു, നല്ല വൈറ്റ് ആയിരിക്കുന്നല്ലോ എന്നൊക്കെ നമ്മുടെ നരേറ്റർ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ള പെൺകുട്ടികളെ നോക്കി സമൂഹം അല്ലെങ്കിൽ മറ്റു ബോയ്സ് അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ പറയുമ്പോൾ ഇവൾ വളരെയധികം ക്രഷ്ഡായി പോയിട്ടുണ്ട്. ക്രഷ്ഡ് ഹിയർ മീൻസ് ആക്ച്വലി ഷീ ബിക്കം സോ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെ പറയാൻ സാധിക്കും. വളരെ നിരാശ അല്ലെങ്കിൽ തകർന്നു പോകാറുണ്ട്. രണ്ട് വലിയ മതിലുകൾക്ക് ഇടയിൽ ഞെരുങ്ങുന്ന ഒരു അവസ്ഥ പോലെ അവൾക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻസ മീനിങ് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വിച്ച് മീൻസ് ഷി വാസ് ആക്ച്വലി വെരി മച്ച് ഡിപ്രസ്ഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് whenever she heard the praisings that given to her sisters because of their skin color, because of their white skin. അപ്പോൾ വൈറ്റ് സ്കിൻ കാരണം തൻ്റെ കൂടെയുള്ള പെൺകുട്ടികളെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ ഷി വാസ് ആക്ച്വലി ടോട്ടലി ക്രഷ്ഡ്. ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തകർന്നു പോകാറുണ്ട്, മനസ്സ് കൊണ്ട് വളരെയധികം അവൾ നൈരാശ്യം പിടിപെടാറുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ. When I was growing up, I read magazines and saw movies, blonde movie stars, white skin, sensuous lips, and to be elevated to become a woman, a desirable woman, I began to wear imaginary pale skin. See, ഇവിടെ നമ്മുടെ നരേറ്റർ എന്ന് പറയുന്ന ഈ ഗേളിന് ഉണ്ടാകുന്ന ചില മാനസിക മാറ്റങ്ങളെ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഷീ ലൈക്സ് ടു കോപ്പി ദ ഫിഗേഴ്സ് വിച്ച് ആർ സോ ഫേമസ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ചില ഫിഗേഴ്സിനെ, ചില വ്യക്തിത്വങ്ങളെ കോപ്പി ചെയ്യാനായിട്ട്, അവരുടെ നിറത്തെ, അവരുടെ ഭംഗിയെ കോപ്പി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായി മാറുകയാണ് ഇവിടെ. സി, so while she was growing up, she got opportunities to read magazines, to see movies, etc. അപ്പോൾ മാഗസീൻസും മൂവീസും ഒക്കെ അവൾ കാണാറുണ്ട്, വായിക്കാറുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷ് മൂവീസ് തന്നെയാണ് കാണുന്നതും ഇംഗ്ലീഷ് മാഗസീൻസാണ് വായിക്കുന്നത്. സോ അതിൽ സ്വർണ്ണ നിറത്തിലുള്ള ബ്ലോണ്ട് മൂവി സ്റ്റാർസ് മീൻസ് സ്വർണ്ണ നിറത്തിൽ തലമുടിയുള്ള മൂവി സ്റ്റാർസിനെയൊക്കെ കാണുമ്പോൾ തനിക്കും അങ്ങനെ ഒരു സ്ത്രീ ആകാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, സോ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈ റീഡിങ് ആൻഡ് വാച്ചിങ് സച്ച് അമേരിക്കൻ കൾച്ചർ, such American styles, she decided to become like them. അവരെ പോലെ ആകാൻ ആഗ്രഹിച്ചു. To become a beautiful woman among them. She wanted to be an attractive figure in the public like the women in magazines, movies, etc. അപ്പം മാഗസീൻസിലും മൂവീസിലും ഒക്കെ ഉള്ള ഈ സ്ത്രീ കഥാപാത്രങ്ങളെ പോലെ ആകുവാനായിട്ട്
ഇവിടെ ഒരു വേർഡ് ഉണ്ട്, ഡിസൈറബിൾ വുമൺ ആകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഡിസൈറബിൾ വുമൺ മീൻസ് അക്സെപ്റ്റബിൾ വുമൺ എന്ന് നമുക്കിവിടെ മീനിങ് കൊടുക്കാൻ സാധിക്കും. അതായത് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നതും അതുപോലെ തന്നെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നതും ഒക്കെ ആയ ഒരു സ്ത്രീയായി മാറുവാനായിട്ട് നമ്മുടെ ഈ ഗേള് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, സോ ഇവിടെ അക്സെപ്റ്റബിൾ ആകുന്നത് എങ്ങനെയാണ്, അവളുടെ മനസ്സിലുള്ളൊരു ധാരണ എങ്ങനെയാണ്, തൻ്റെ സ്കിൻ കളർ മാറി ഒരു വൈറ്റ് സ്കിന്നിന് ഉടമയാകുമ്പോൾ മാത്രമേ താൻ എന്തായിട്ട് മാറുള്ളൂ, ഒരു ഡിസൈറബിൾ വുമൺ ആയിട്ട് മാറുള്ളൂ. അതായത് മോസ്റ്റ്ലി വാണ്ടഡ്, മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ട് മാറുന്നൊരു വിമൺ ആകണമെങ്കിൽ, ഒരു സ്ത്രീ ആകണമെങ്കിൽ തനിക്ക് വെളുത്ത നിറത്തിൻ്റെ അല്ലെങ്കിൽ നിറത്തിലുള്ള തൊലി വേണം, അല്ലെങ്കിൽ വെള്ളക്കാരിയായിട്ട് മാറിയാൽ മാത്രമേ താൻ ഒരു ഡിസൈറബിൾ വുമണായിട്ട് മാറുള്ളൂ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. സോ ഇൻ ഹെർ ഇമാജിനേഷൻ ഷീ സ്റ്റാർട്ടഡ് ടു തിങ്ക് ആൻഡ് വെയർ സച്ച് സ്കിൻ ഓഫ് നേറ്റീവ് അമേരിക്കൻ വിമൻ. അതായത് തൻ്റെ സങ്കല്പത്തിൽ, തൻ്റെ ഭാവനയിൽ താനൊരു വെള്ളക്കാരിയാണ് അല്ലെങ്കിൽ വെളുത്ത സ്കിന്നിൻ്റെ ഉടമയാണെന്ന് കരുതുകയും തൻ്റെ ഭാവനയിൽ ആ വെളുത്ത തൊലി അല്ലെങ്കിൽ വെളുത്ത ചർമ്മം ധരിച്ച ഒരു സ്ത്രീയായിട്ട് അവൾ ഇങ്ങനെ അനുമാനിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ടു മൈ വ്യൂ എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സ്ത്രീയായി മാറാനായിട്ട് അതിയായി ആഗ്രഹിച്ച ഈ പെൺകുട്ടി ഒരു പക്ഷേ മേക്കപ്പ് ചെയ്ത് കാണും, പലതരത്തിലുള്ള മേക്കപ്പൊക്കെ ചെയ്ത് കാണും. എന്താണ്, നമ്മുടെ ഈ സ്കിന്നിൻ്റെ കളർ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകും, ഹെയറിൻ്റെ കളർ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകും, ചുണ്ടുകളിൽ വളരെ അട്രാക്റ്റീവ്, സെൻഷ്വസ് ലിപ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ലിപ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അതായത് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് ചുണ്ടുകൾ വളരെ അട്രാക്റ്റീവായിട്ട് മാറ്റുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ ശ്രമിക്കുകയും തൻ്റെ ഭാവനയിൽ, തൻ്റെ സങ്കല്പത്തിൽ താനൊരു വെളുത്ത ചർമ്മത്തിന് ഉടമയാണ് എന്ന് ധരിക്കുകയും അവൾ ചെയ്തിരുന്നു. സോ സ്റ്റുഡൻസ്, ഹിയർ വി ക്യാൻ സീ ദ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഓഫ് ദിസ് ഗേൾ, ഓഫ് ദി പോയറ്റ് ഓർ ദ നരേറ്റർ. ഇവിടെ നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ട ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് തെളിഞ്ഞ് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹിയർ ദ നരേറ്റർ വാണ്ട്സ് ടു ചേഞ്ച് ഹെർ ഫിസിക്കൽ നേച്ചർ ആൻഡ് വാണ്ട്സ് ടു കോപ്പി സംവൺ എൽസ്. അതായത് തൻ്റെ സ്വന്തം ശരീരപ്രകൃതം തന്നെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ പെൺകുട്ടി. ആക്ച്വലി ദിസ് ടൈപ്പ് ഓഫ് തോട്ട്സ് ആർ കോമൺ ഡ്യൂറിങ് ടീനേജ് അഡോളസൻ്റ് ടൈമിൽ, അതായത് ഈ ഒരു 12 മുതൽ ഒരു 19 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു സമയം, ആ ഒരു സമയത്ത് ഇത് വളരെ കൂടുതലാണ്. ഒരുതരം ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് എൻ്റെ തൊലി കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരത്തിൽ വെളുത്തുപോയി, അല്ലെങ്കിൽ എൻ്റെ മുടി ചുരുണ്ട മുടിയായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ മുടി ചുരുളാത്ത മുടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി ശരീരത്തെക്കുറിച്ചുള്ള സൗന്ദര്യബോധം കൂടുന്ന ഈ ഒരു സമയത്ത് ഒരു പരിധിവരെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. But unfortunately, the narrator is actually between two cultures. Her own culture, that is Japanese culture, and American culture. അതായത് ഇവിടെ നിർഭാഗ്യവശാൽ സാധാരണ നമ്മൾ കാണുന്ന ആൺകുട്ടികളെ പോലെയല്ല. ഇവിടെ നമ്മുടെ നരേറ്റർ 2 തരം സംസ്കാരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ തൊലി നിറ വ്യത്യാസങ്ങൾക്കിടയിൽ വ്യത്യാസമുള്ളവർക്ക് ഇടയിൽ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ തനിക്കുണ്ടായ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതായത് ശരീരബോധത്തിലൂടെ താൻ മനസ്സിലാക്കിയെടുത്ത, താൻ വളർത്തിയെടുത്ത ഒരുതരം ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ. When I was growing up, I was proud of my English, my grammar, my spelling, fitting into the group of smart Chinese children, fitting in, belonging, getting in line. See, ഇവിടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞോളട്ടെ. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ, ഇറ്റ് ഈസ് ആക്ച്വലി റിപ്പീറ്റിംഗ് മെനി ടൈംസ് ത്രൂ ഔട്ട് ദിസ് പോം. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് refrain. Please remember, refrain means a repetition of a particular line in a poem many times. Okay, repetition of a particular line in a poem.
ഒരു പോയത്തിൽ ഒരു പർട്ടിക്കുലർ ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രൈൻ എന്ന് പറയുന്നത്. ഈ പോയത്തിൽ ഒരു 1-2 ലൈൻസ്, 1-2 വരികൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ വരി പലതവണ അറൗണ്ട് 11 ടൈംസ് ഈ പോയത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു വരി കൂടെ, മറ്റൊരു വരി കൂടെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നാലെ പഠിക്കാവുന്നതാണ്. സോ പ്ലീസ് റിമെമ്പർ വാട്ട് ഈസ് ദിസ് റിഫ്രൈൻ. ഓക്കെ, continue. When I was growing up, I was proud of my English. Already I read these lines. So, even though she had so many psychological issues, she had many positive qualities. അത് മനസ്സിലാക്കുക. She was good at English, especially grammar. She was considered as a smart girl in school classes, especially among Chinese children. അതായത് ഉദ്ദേശിക്കുന്നത് അവൾ എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ്, സൈക്കോളജിക്കലായിട്ടുള്ള വിഷമതകളൊക്കെ ഉണ്ട് എങ്കിലും ഷി വാസ് സോ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവളുടെ കഴിവ് അല്ലെങ്കിൽ അവളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഗ്രാമറൊക്കെ വളരെ നൈപുണ്യം അവൾക്ക് ഉണ്ടായിരുന്നു. അവൾ വളരെ സ്മാർട്ടായിരുന്നു. സ്പെല്ലിംഗ്, ഇംഗ്ലീഷ് വേർഡ് സ്പെല്ലിംഗ്, അതൊക്കെ അവൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതെല്ലാം ഏൺ ചെയ്തിരുന്നു. മേ ബി ബിക്കോസ് ഓഫ് ഹർ ഹാർഡ് വർക്ക് ഷീ അക്വയർഡ് ദീസ് കപ്പാസിറ്റീസ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് വേർഡ് സ്പെല്ലിംഗ്, അതൊക്കെ അവൾ വളരെ സ്മാർട്ടായിരുന്നു. That is saying she was studious. She was top in the school. Overall, we can say she was a brilliant school girl, and also she was so proud in her capacity, in her English, in her grammar. She was so proud. അവൾ അതിൽ വളരെയധികം അഭിമാനിച്ചിരുന്നു. ഓക്കെ, അവൾ അതിൽ വളരെയധികം അഭിമാനം അവൾക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചൈനീസ് ചിൽഡ്രൻ, അവളെപ്പോലുള്ള ചൈനീസ് ചിൽഡ്രൻ്റെ ഇടയിൽ അവൾ വളരെയധികം സ്മാർട്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ദീസ് ലൈൻസ് ആർ ആക്ച്വലി സോ പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ്, അവളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിച്ച് മീൻസ് ഷി വാസ് സോ സ്റ്റുഡിയസ് ആൻഡ് ബ്രില്യൻറ്റ് as a school girl. Okay, see, let's continue. When I was growing up and went to high school, I discovered the rich white girls, a few yellow girls, their imported cotton dresses, their cashmere sweaters, their curly hair, and I thought that I too should have what these lucky girls had. So നല്ല ഒരു പഠിതാവായിരുന്നു, നല്ലൊരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ മികവ് പുലർത്തിയിരുന്ന നമ്മുടെ ഈ ഒരു ഗേൾ, ഈ പെൺകുട്ടി, വെൻ ഷി റീച്ച്ഡ് ഹൈ സ്കൂൾ ലെവൽ, there she had white girls and yellow girls as classmates or as friends. അതായത് ഹൈസ്കൂളിൽ എത്തിയപ്പോൾ ഇവൾക്ക് വൈറ്റ് ഗേൾസായിട്ടും അതുപോലെ തന്നെ യെല്ലോ ഗേൾസും ഒക്കെ ആയിട്ട് ഇവൾക്ക് കമ്പനി ഉണ്ടായിരുന്നു. ഇവളുടെ ക്ലാസ്മേറ്റ്സ് അങ്ങനെയായിരുന്നു. മേ ബി വൈറ്റ് ഗേൾസും യെല്ലോ ഗേൾസും ഒക്കെ പഠിക്കുന്ന ഒരു സ്കൂളിലാണ്, ഹൈസ്കൂളിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്ക്, വൈറ്റ് ഗേൾസ് ഉദ്ദേശിക്കുന്നത് നേറ്റീവ് അമേരിക്കൻ ഗേൾസിനെയാണ്. അതേസമയം യെല്ലോ ഗേൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചൈനീസ് അമേരിക്കൻ ഗേൾസിനെയാണ്, ഓർ ജാപ്പനീസ് അമേരിക്കൻ ഗേൾസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ യെല്ലോ എന്ന് പറയുന്ന കളർ മെനി ടൈംസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിച്ച് പോകുന്നുണ്ട്, റെഫർ ചെയ്ത് പോകുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ, യെല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ ഒരു താഴ്ത്തി പറയുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ചൈനീസ് ഗേൾസ് അല്ലെങ്കിൽ ചൈനീസ് ബോയ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു ബിലിറ്റിംഗ് ചെയ്യുന്നത് പോലെ ആണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. സോ ഷീ ഹാഡ് ഫ്രണ്ട്സ് ഫ്രം ബോത്ത് colors, white and yellow. Okay, so almost all of them coming from wealthy family background. ഒരു വെൽത്തി ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വൈറ്റ് ഗേൾസൊക്കെ വരുന്നത്, എസ്പെഷ്യലി വൈറ്റ് ഗേൾസൊക്കെ വരുന്നത്. സോ നമ്മുടെ പെൺകുട്ടി, ഷി വാസ് വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ വൈറ്റ് ഗേൾസ് ലുക്ക്. ഈ വൈറ്റ് ഗേൾസിൻ്റെ ലുക്കിൽ, അവരുടെ ഡ്രസ്സിങ്, എസ്പെഷ്യലി ഡ്രസ് കോഡിലൊക്കെ വളരെയധികം ഇംപ്രസ്ഡ് ആയിപ്പോയി, വളരെയധികം അട്രാക്റ്റഡ് ആയിപ്പോയി.
ബിക്കോസ് ഓഫ് ദെയർ എക്സ്പെൻസീവ് കോട്ടൺ ഡ്രസ്സസ്. അവർ ധരിച്ചിരിക്കുന്ന കോട്ടൺ ഡ്രസ്സ് അത് ഇമ്പോർട്ടഡ് ആണ്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുത്തിച്ചതാണ്. എസ്പെഷ്യലി അവരുടെ കാശ്മീർ സ്വെറ്റേഴ്സ്, അതായത് പണ്ടൊക്കെ തുന്നിച്ചിരുന്ന അവരുടെ സ്വെറ്റേഴ്സൊക്കെ കാണുമ്പോൾ, കാശ്മീർ സ്വെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഹാസ് സം അസോസിയേഷൻ റിലേഷൻ വിത്ത് ഇന്ത്യൻ കാശ്മീർ സ്വെറ്റർ, അതുമായിട്ടൊക്കെയാണ് അതിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഇപ്പോൾ വരുത്തിച്ചിരുന്ന കാശ്മീർ സ്വെറ്റേഴ്സൊക്കെ ധരിച്ച് ഈ വൈറ്റ് ഗേൾസ്, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള യെല്ലോ ഗേൾസൊക്കെ ഹൈസ്കൂളിൽ വരുമ്പോൾ നമ്മുടെ ഈ പാവം നരേറ്റർക്ക് വളരെയധികം എന്ന് തോന്നിയ ഒരു പരിധിവരെ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഷി വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു വെയർ സച്ച് ടൈപ്പ് ഓഫ് എക്സ്പെൻസീവ് ഡ്രസ്സസ് ഓർ കാശ്മീർ സ്വെറ്റേഴ്സ്. അത്രയും വിലപിടിപ്പുള്ള വസ്ത്രമൊന്നും ധരിക്കാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അതിലൊക്കെ വളരെയധികം വല്ലാതെ ഒരു എന്താ പറയുക, അട്രാക്റ്റഡ് ആയിപ്പോയി നമ്മുടെ ഈ നരേറ്ററായ യങ് ഗേൾ. ആൻഡ് ഷീ കോൾഡ് ദീസ് വൈറ്റ് ഗേൾസ് അസ് ലക്കി ഗേൾസ്. എന്താ വിളിച്ചിരുന്നത്? ലക്കി ഗേൾസ് എന്നാണ് വിളിച്ചിരുന്നത്. പ്ലീസ് റിമെമ്പർ ദ നരേറ്റർ കോൾഡ് ഹെർ ഫ്രണ്ട്സ് as lucky girls. ഓക്കെ, സോ അതുപോലെ ആകുവാനും അതാ പറഞ്ഞേക്കുന്നത്, അവരുടെ കേർലി ഹെയർ, അവരുടെ കാശ്മീർ സ്വെറ്റേഴ്സ് ധരിക്കുവാൻ, അവരുടെ കോട്ടൺ ഡ്രസ്സ് ഒരു ദിവസമെങ്കിലും ധരിക്കുവാൻ ഒക്കെ ആര് ആഗ്രഹിച്ചിരുന്നു? നമ്മുടെ നരേറ്റർ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ their cotton dresses, their Kashmir sweaters, their curly hair. ഇതിലെല്ലാം നമ്മുടെ നരേറ്റർ വളരെയധികം അട്രാക്റ്റഡ് ആയിരുന്നു, ഇംപ്രസ്ഡ് ആയിരുന്നു. മാത്രമല്ല ഷീ ഹാഡ് എ ഡിസയർ ടു ഹാവ് ദോസ് തിങ്സ്. Okay, so let's continue with the next stanza. When I was growing up, I hungered for American food, American styles, coded white, and even to me, a child born of Chinese parents, being Chinese was feeling foreign, was limiting, was un-American. See, in this stanza നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് കാണാൻ സാധിക്കുന്നത്, ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ആക്ച്വലി റിജക്റ്റിംഗ് ഹെർ കൾച്ചർ ആൻഡ് അക്സെപ്റ്റിംഗ് ദ അതർ കൾച്ചർ, ദ ന്യൂ കൾച്ചർ ആസ് ഹെർ ഓൺ. അത് സ്വന്തം കൾച്ചർ തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരു കൾച്ചർ അല്ലെങ്കിൽ പുതിയ കൾച്ചർ സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ കഴിയുന്നത്. സോ while she was growing up, she hungered. Actually the real meaning is വിശക്കുക എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എ സ്ട്രോങ് ഡിസയർ എന്നാണ്. അതായത് വളരെയധികം ആഗ്രഹിച്ചിരുന്നു, അതിയായ ആഗ്രഹത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ she desired strongly, വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഫോർ വാട്ട്? ഫോർ അമേരിക്കൻ ഫുഡ്, ഫോർ അമേരിക്കൻ സ്റ്റൈൽസ്, അത് അമേരിക്കൻ ഡ്രസ്സ്, അമേരിക്കൻ ഫുഡ് വളരെയധികം അവൾ ആഗ്രഹിച്ചിരുന്നു. ആക്ച്വലി ഷി വാസ് ആക്ച്വലി ഇൻ എ വേൾഡ് ഓഫ് മായ ഓർ ഇല്യൂഷൻ, നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അതായത് ഒരു പുതിയ ലോകത്തെത്തുമ്പോൾ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഭക്ഷണ രീതിയും അവിടുത്തെ മൂല്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ അവളങ്ങ് പെട്ടുപോവുകയാണ്. അത്തരത്തിലുള്ളൊരു ഒരു ഒരു മായ ലോകത്തായി പോവുകയാണ്, ഒരു മിഥ്യാ ലോകത്തേക്ക്. അത് ഇതാണ് എല്ലാം, ഇത് ഉണ്ടെങ്കിൽ മാത്രമേ താൻ വലുതാവുള്ളൂ, തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുള്ളൂ, തന്നെ ബഹുമാനിക്കണമെങ്കിൽ തനിക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സ് വേണം, ഇത്തരത്തിലുള്ള വൈറ്റ് സ്കിൻ വേണം, തനിക്ക് അമേരിക്കൻ ഫുഡ് എല്ലാ നേരവും കിട്ടണം, എങ്കിൽ മാത്രമേ തനിക്ക് എല്ലാം ആകുള്ളൂ, അല്ലെങ്കിൽ താൻ അക്സെപ്റ്റബിൾ ആകുള്ളൂ എന്ന് നമ്മുടെ ഈ പെൺകുട്ടി വിശ്വസിച്ചിരുന്നു. ഓക്കെ, സോ ഷി വാസ് ആക്ച്വലി കൺട്രോൾഡ് ബൈ സംതിങ് എൽസ്. She was actually controlled by American food, American culture, American style, etc. So she started to embrace American culture in every ways. ഏതൊക്കെ രീതിയിൽ അമേരിക്കൻ കൾച്ചറിനെ സ്വീകരിക്കാവോ, ആലിംഗനം ചെയ്യാവോ, ആ രീതിയിലെല്ലാം അമേരിക്കൻ കൾച്ചറിൻ്റെ പിന്നാലെ അവൾ ഓടി നടന്ന് അമേരിക്കൻ കൾച്ചർ സ്വീകരിക്കുവാനായിട്ട് ഇങ്ങനെ അവൾ കൊണ്ടു. ചൈനീസ് കൾച്ചർ അവൾക്ക് അന്യമായി മാറിത്തുടങ്ങി എന്നാണ് ഇനി പറയുന്നത്. അതായത് ഈവൻ ടു മീ, എ ചൈൽഡ് ബോൺ ഓഫ് ചൈനീസ് പാരൻസ് ബീങ് ചൈനീസ് വാസ് ഫീലിംഗ് ഫോറിൻ, വിച്ച് മീൻസ് ചൈനീസുമായി ബന്ധപ്പെട്ട എല്ലാത്തരം കാര്യങ്ങളും, ചൈനീസ് കൾച്ചർ, ചൈനീസ് വാല്യൂസ് എല്ലാം അവൾക്ക് അന്യമായി മാറിത്തുടങ്ങി. ഇവിടെ ചൈനീസ് പാരൻസിന് പിറന്നുപോയ താൻ ഒരു അൺ അമേരിക്കൻ ആണ് എന്ന്
അറിയാം, തനിക്ക് തന്നെ അറിയാം താനൊരു അൺഅമേരിക്കനാണ്, ബിക്കോസ് ഷി വാസ് ആക്ച്വലി ബോൺ ടു ചൈനീസ് പാരൻസ്. അപ്പോൾ അമേരിക്കക്കാരി അല്ലാതാകുന്നതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് കൾച്ചർ, ചൈനീസ് പാരൻസുമായിട്ടുള്ള ബന്ധമാണ്. സോ അത് ഒരു ലിമിറ്റേഷനായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരു അമേരിക്കക്കാരി ആകുന്നതിൽ തന്നെ ലിമിറ്റ് ചെയ്യുന്ന, തന്നെ പരിമിതപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദീസ് ചൈനീസ് കൾച്ചർ, ചൈനീസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, സോ ഷി വാസ് ആക്ച്വലി ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദീസ് ചൈനീസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സോ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷീ ട്രൈസ് ടു റിജക്റ്റ് ചൈനീസ് കൾച്ചർ ആൻഡ് എംബ്രേസ് ആൻഡ് ആക്സെപ്റ്റ് അമേരിക്കൻ കൾച്ചർ, the new culture. Okay, let's move on. So next stanza. When I was growing up and a white man wanted to take me out, I thought I was special, an exotic gardenia, anxious to fit the stereotype of an oriental chick. Students, ഇവിടെ narrator shares an event that once a white man wanted to take her out, which means ഒരു വെള്ളക്കാരന്, ഒരു വൈറ്റ് ബോയ് ഫ്രണ്ടിന് ഇവളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുകയുണ്ടായി. അതായത് മേ ബി ഒരു പ്രണയം തോന്നുകയും ഇവളോടൊപ്പം കുറച്ച് സമയം പുറത്ത് ചെലവഴിക്കാൻ ആ വൈറ്റ് ബോയ് ഫ്രണ്ട് ആഗ്രഹിച്ചു. നമ്മൾ ഡേറ്റിംഗ് എന്നൊക്കെ പറയും ഇപ്പോഴത്തെ ഒരു വേർഡ്. അപ്പോൾ ഒരു ഡേറ്റിംഗ് ആഗ്രഹിച്ചു തന്നോടൊപ്പം. അപ്പോൾ ഇത് ആ ബോയ് ഫ്രണ്ട് പറഞ്ഞപ്പോൾ, വെളിവാക്കിയപ്പോൾ നമ്മുടെ ഈ പെൺകുട്ടിക്ക് വളരെയധികം തന്നോട് തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സവിശേഷത തോന്നി. ഷീ തോട്ട് ദാറ്റ് ഷീ വാസ് സ്പെഷ്യൽ. ഞാൻ സ്പെഷ്യൽ ആയതുകൊണ്ടാണല്ലോ എന്നോട് ആ വൈറ്റ് ബോയ് ഫ്രണ്ടിന് പ്രത്യേക ആഗ്രഹം തോന്നിയത്. മറ്റു വെള്ളക്കാരികളായ അമേരിക്കൻ സ്ത്രീകൾക്ക് പിന്നാലെ പോകാതെ എന്നോട് ഈ ഒരു പ്രത്യേക താല്പര്യം തോന്നണമെങ്കിൽ ഐ വാസ് സോ സ്പെഷ്യൽ എന്ന് ആ സമയത്ത് ആ പെൺകുട്ടിക്ക് തോന്നി. ദാറ്റ് ടൈം ഷീ കമ്പയർഡ് ഹെർസെൽഫ് വിത്ത് ആൻ എക്സോട്ടിക് ഗാർഡേനിയ. ആ സമയത്ത് അവളെ തന്നെ ഒന്ന് ഇങ്ങനെ കമ്പയർ ചെയ്തത് ഒരു എക്സോട്ടിക് ഗാർഡേനിയോടൊപ്പമാണ്. ഗാർഡേനിയ മീൻസ് ആക്ച്വലി എ ഫ്ലവർ. ഞാൻ ഇവിടെ ഇമേജിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻറ്റ് നൽകുന്ന ഒരു പൂവാണ്, പുഷ്പമാണ് ഈ ഗാർഡേനിയ എന്ന് പറഞ്ഞാൽ. സോ ഗാർഡേനിയ പുഷ്പം സിംബലൈസ് ചെയ്യുന്നത്, ഇറ്റ് സിംബലൈസസ് പ്യൂരിറ്റി, ലവ്, ജെൻറ്റിൽനെസ് ഒക്കെയാണ്. അതായത് പരിശുദ്ധി, അതുപോലെ തന്നെ സ്നേഹം, ഇതൊക്കെയാണ് ഈ ഗാർഡേനിയ ഫ്ലവർ സിംബലൈസ് ചെയ്യുന്നത്. സോ എക്സോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് എന്ന് ഇവിടെ ഈ കോൺടാക്സിന് മീനിങ് നൽകാൻ സാധിക്കും. ദ ഒറിജിനൽ ടേം മീനിങ് ഈസ് ആക്ച്വലി വിദേശീയമായ, സംവൺ ലൈക്ക് എ ഫോറിൻ എന്നൊക്കെയാണ് അതിനർത്ഥം വരിക. സോ തന്നോട് തന്നെ തോന്നിയ ഒരു പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷി വാസ് ആക്ച്വലി ലൈക്ക് എ എക്സോട്ടിക് ഗാർഡേനിയെ, വളരെ അട്രാക്റ്റീവായ, സുഗന്ധം പരത്തുന്ന, പ്യൂരിറ്റിയുള്ള, ലവബിളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് തന്നെ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാമല്ലോ ഒരു ബോയ് ഫ്രണ്ട് തന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചത്. ഓക്കെ, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് വേർഡ്സ് ഇങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആങ്ഷ്യസ് ടു ഫിറ്റ് ദ സ്റ്റീരിയോ ടൈപ്പ് ഓഫ് ആൻ ഓറിയന്റൽ ചിക്ക്. അതൊന്ന് ശ്രദ്ധിക്കണം. വിച്ച് മീൻസ് ദാറ്റ് ടൈം ഷീ ഫെൽറ്റ് എ ടൈപ്പ് ഓഫ് ആങ്ഷ്യസ്, ഒരു ആശങ്ക തോന്നുകയാണ്. സംവോൺ ലൈക്ക് എ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ആശങ്ക തോന്നി. എന്താണ്? വെദർ ഷീ ഹാസ് ടു ഫിറ്റ് ഇൻ ദ സ്റ്റീരിയോ ടൈപ്പ് ഓഫ് ആൻ ഓറിയന്റൽ ചിക്ക്. താൻ ഇനി ഓറിയന്റൽ ചിക്ക് എന്ന് പറയുന്നത് അതൊന്ന് മനസ്സിലാക്കുക. ഓറിയന്റൽ ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഫീമെയിലിനാണ് പറയുന്നത്. ഏഷ്യൻ ഫീമെയിൽ, ഏഷ്യക്കാരിയായ ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഏഷ്യയിലൊരു പെൺകുട്ടിയെ, ഏഷ്യയിലെ സ്ത്രീകളെയാണ് ഈ ഓറിയന്റൽ ചിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്റ്റീരിയോ ടൈപ്പ് മീനിങ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇമേജസ് എന്നാണ്. ഫിക്സഡ് ഇമേജ്, അതായത് ഒരിക്കലും മാറാത്ത സ്ഥിര സങ്കല്പങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുക. അതായത് നമുക്കിപ്പോൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ സങ്കല്പങ്ങൾ വരും. ഇരുണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ പ്രകൃതം. ഇപ്പോൾ അതുപോലെ തന്നെ ഓരോ സ്ഥലം നമ്മൾ പറയുമ്പോഴും, അല്ലെങ്കിൽ മഹാബലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള സ്ഥിര സങ്കല്പങ്ങൾ വരും, ഫിക്സഡ് ഇമേജസ് വരും. അതൊരിക്കലും മാറുന്നില്ല.
അപ്പോൾ ഇവിടെയും ഓറിയൻ്റൽ ചിക്ക് എന്ന് പറയുന്നത് ഏഷ്യക്കാരിയെക്കുറിച്ച് പറയുമ്പോൾ ഏഷ്യക്കാരിയെക്കുറിച്ച് കുറേ സ്ഥിര സങ്കല്പങ്ങളുണ്ട്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറ്റു രാജ്യക്കാർക്കാണ് തോന്നുന്നത്, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിന് ലൈക്ക് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക, അവർക്കൊക്കെ ഏഷ്യക്കാരോട് അല്ലെങ്കിൽ ഏഷ്യൻ അമേരിക്കൻസിനോട് ചില പ്രത്യേക അവരെക്കുറിച്ച് ചില പ്രത്യേക ചിത്രങ്ങൾ മനസ്സിലുണ്ടാകും. ഓക്കെ, അവരിങ്ങനെയുള്ളവരാണ്, അവരുടെ കളർ ഇതാണ്, അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇങ്ങനെയാണ്. അത് ഒരു പരിധിവരെ അത് അവർ താഴ്ത്തിയായിരിക്കും പറയും, ഇത്രയേ ഉള്ളൂ, ഇതാണ് അവരുടെ കളർ, ഇവരുടെ എഡ്യൂക്കേഷൻ ഇതാണ്, ഇവരുടെ ക്വാളിറ്റി ഇതൊക്കെ ഉള്ളൂ. സോ ഓറിയൻ്റൽ എന്ന് പറയുന്ന ഈ വാക്ക് ഒരു തരത്തിൽ ഒരു ആക്ഷേപിച്ച് കൊണ്ടോ അല്ലെങ്കിൽ താഴ്ത്തി പറയുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ നമ്മുടെ ഈ നരേറ്റർക്ക്, പെൺകുട്ടിക്ക് താൻ ഇനി ഒരു ഏഷ്യക്കാരി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് കാണുന്നത്. അപ്പോൾ ഏഷ്യക്കാരി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ലെവലിലേക്ക് താൻ പോകണം. ഞാൻ ആക്ച്വലി ഐ ആം ട്രൈങ് ടു ബിക്കം ആൻ അമേരിക്കൻ, ഒരു അമേരിക്കൻ ലേഡിയായിട്ട്, അമേരിക്കൻ കൾച്ചറെല്ലാം സ്വീകരിച്ച്, അമേരിക്കൻ ഫുഡ് സ്വീകരിച്ച് അങ്ങനെ ഞാൻ അമേരിക്കനായിട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ എന്നോട് ഈ ബോയ് ഫ്രണ്ടിന് പ്രത്യേക ഒരു ആഗ്രഹം തോന്നണമെങ്കിൽ ഞാനൊരു സ്പെഷ്യലാണല്ലോ. ആ സ്പെഷ്യൽ ആയത് ഒരു പക്ഷേ ഞാൻ ഓറിയൻ്റൽ ചിക്ക് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ വെദർ ഐ ഹാവ് ടു കണ്ടിന്യൂ ലൈക്ക് ആൻ ഓറിയൻ്റൽ ചിക്ക്, ഒരു ഏഷ്യക്കാരിയായ ഫീമെയിലായിട്ട് തന്നെ ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസോടെ ഞാൻ ഇനി മൂവ് ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ആങ്ഷ്യസ് അവൾക്ക് സ്വയം തോന്നുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റാൻസ് ഇങ്ങനെയാണ്. When I was growing up, I felt ashamed of some yellow men, their small bonds, their frail bodies, their spitting on the streets, their coughing, their lying in sunless rooms, shooting themselves in the arms. കുറച്ച് കൂടുതൽ ലൈൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. പൊതുവേ എന്താ പറയുക, യെല്ലോ മെന്ന് ഉള്ള കുറേ ഫിസിക്കൽ അപ്പിയറൻസും അവരുടെ കുറച്ച് ക്യാരക്ടേഴ്സുമാണ് ഇവിടെ നമ്മുടെ നരേറ്റർ അല്ലെങ്കിൽ പോയറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, അഗെയിൻ ദ ലൈൻ റിപ്പീറ്റ്സ് ഹിയർ. ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ഐ ഫെൽറ്റ് അഷെയിംഡ് ബിക്കോസ് ഓഫ് മൈ ഓൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. എൻ്റെ സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാർ കാരണം ഞാൻ വെരി മച്ച് ഫീൽ അഷെയിംഡ്, ഞാൻ വളരെയധികം നാണം കെടുന്നുണ്ട് കേട്ടോ. ബിക്കോസ് വൈ ഐ ബിക്കം സോ മച്ച് അഷെയിംഡ് ഓഫ് മൈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബിക്കോസ് ഓഫ് ദെയർ ഫിസിക്കൽ അപ്പിയറൻസ്. ഓക്കെ, അതായത് ഈ ഒരു കമ്പാരിസൺ ഇവിടെ നടത്തുകയാണ് ബിറ്റ്വീൻ ഹെർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആൻഡ് ദ അമേരിക്കൻ പബ്ലിക്. അമേരിക്കൻ സമൂഹമായിട്ടും അവളുടെ സ്വന്തം സമൂഹത്തിലുള്ള വ്യക്തികളുമായിട്ടൊരു കമ്പാരിസൺ നടത്തുകയാണ്. ദാറ്റ് ടൈം മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വെർ ആക്ച്വലി ഹാവിങ് ലോ ഫിസിക്, ശാരീരിക പ്രകൃതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, സ്മോൾ ബോൺസ് ആണ് അവർക്കുള്ളത്. യു ഗോട്ട് ദ ഐഡിയ, ഐ ഹോപ്പ്. ദെൻ ദെയർ ഫ്രെയിൽ ബോഡീസ്, ഫ്രെയിൽ മീൻസ് വീക്ക് എന്നാണ്, അവർക്ക് ബലഹീനമായ ശരീരമാണ് അവർക്കുള്ളത്. അവരുടെ ബോൺസൊക്കെ വളരെ സ്മോളാണ്, ഏത് നിമിഷവും അതെന്ത് ചെയ്യാൻ സാധിക്കും, അത് തകരുവാനൊക്കെ സാധ്യതയുണ്ട്. അവരുടെ ശരീരം തന്നെ കാണുമ്പോൾ ഒരു എന്തോ രോഗബാധിതരെ പോലെയാണ് തോന്നുക. ദേ ആർ സ്പിറ്റിംഗ് ഓൺ ദ സ്ട്രീറ്റ്സ്, വിച്ച് മീൻസ് ദേ ആർ കീപ്പിംഗ് ആക്ച്വലി ലോ ഹൈജീൻ, ദേ ആർ പ്രാക്ടീസിങ് ലോ ഹൈജീൻ. അതായത് അവർ പൊതു ഇടങ്ങളിൽ തുപ്പുന്നു, അവർ റോഡിൽ തുപ്പുന്നു. ദർ കോഫിങ്, അവരെന്ത് ചെയ്യുന്നു, അവരുടെ മാനേഴ്സാണ്. അവർ ചുമയ്ക്കുമ്പോൾ അതിന് കുറച്ച് മര്യാദകളുണ്ട്. ബട്ട് അവർക്കാണെങ്കിൽ അങ്ങനെ ഒരു മര്യാദയും ഇല്ല. അവർ എവിടെ വെച്ചും എന്ത് ചെയ്യുന്നു, ദേ ഡു കഫ്. Next lines, they are lying in sunless rooms, shooting themselves in the arms, which means സ്വന്തം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് they do like to spend time in dark rooms, സൂര്യപ്രകാശം കടക്കാത്ത ഇരുണ്ട മുറികൾ, അതായത് അടച്ചിട്ട മുറികളിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹം, അവരുടെ ആഗ്രഹത്തെക്കുറിച്ചും. Then when they spend time in dark rooms, they always intake drugs through their arms using syringes ഉപയോഗിച്ചുകൊണ്ട്
അവരെന്ത് ചെയ്യുന്നു, അവരുടെ കൈകളിലേക്ക് മരുന്നുകൾ കുത്തിവെക്കുന്നു, മേ ബി മയക്കുമരുന്ന് കുത്തിവെക്കുന്നു എന്നൊക്കെ ആയിരിക്കും. സോ ദീസ് ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് ഇവിടെ എന്ത് ചെയ്യണം, ഓപ്പൺ ആയിട്ട് നരേറ്റർ ഡിസ്കസ് ചെയ്യാണ്. വിച്ച് മീൻസ് ആക്ച്വലി ഷീ ഓപ്പൺലി ഡിസ്റിഗാർഡഡ് ഹെർ ഐഡൻറ്റിറ്റി ഓർ ഹെർ കമ്മ്യൂണിറ്റി. ഷീ റിജക്ട്സ് ഹെർ കമ്മ്യൂണിറ്റി. അവൾ സ്വന്തം കമ്മ്യൂണിറ്റി തന്നെ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഓപ്പണായിട്ട് റിജക്റ്റ് ചെയ്യുകയാണ്, തിരസ്കരിക്കുകയാണ്. അവരുടെ ലെസ് മാനേഴ്സ്, അവരുടെ വീക്ക് ഫിസിക്കിനെ കുറിച്ചും അവരുടെ ലോ ഹൈജീനിക് പ്രാക്ടീസസിനെ കുറിച്ചും ഒക്കെ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഓപ്പണായിട്ട് ഷീ ബ്ലെയിംഡ് ഹെർ ഓൺ കൾച്ചർ. ഓക്കെ, സ്വന്തം സംസ്കാരത്തെ എന്ത് ചെയ്യുകയാണ്, തള്ളിക്കളയാണ്, പഴിക്കുകയാണ്. ഓക്കെ, ബിക്കോസ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഷി വാസ് ഫോഴ്സ്ഡ് ടു embrace the other culture, the new culture called American culture. ബിക്കോസ് അമേരിക്കൻ കൾച്ചറിലേക്ക് ചേർന്നാൽ മാത്രമേ, അമേരിക്കൻ കൾച്ചറിനെ പൂർണ്ണമായിട്ടും എംബ്രേസ്, ആലിംഗനം ചെയ്താൽ, സ്വീകരിച്ചാൽ മാത്രമേ അവൾക്ക് അവളുടേതായ ഒരു ഐഡൻറ്റിറ്റി അമേരിക്കയിൽ ഉണ്ടാകുള്ളൂ എന്ന് ഈ നരേറ്റർ ധരിച്ചുപോയി. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ഹെർ അഡോളസൻ ടൈം, ആ ഒരു അഡോളസൻ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ഇഷ്യൂ ആണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വന്തം സംസ്കാരത്തെ പഴിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരത്തെ തേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുറേ മാനസിക അവസ്ഥ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ്. സെയിം. When I was growing up, people would ask if I were Filipino, Polynesian, Portuguese. They named all colors except white, the shell of my soul, but not my rough, dark skin. See, when I was growing up, ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, the public enquired my nativity. സമൂഹം എൻ്റെ നേറ്റിവിറ്റി, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തെക്കുറിച്ച്, സ്വന്തം രാജ്യത്തെക്കുറിച്ചൊക്കെ ചില സമയങ്ങളിലൊക്കെ അന്വേഷിക്കാറുണ്ട്. സംടൈംസ് അവളുടെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം, മേ ബി നൈബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേര് അവരുടെ ഒരു ടോക്കിനിടയിൽ ചോദിക്കും, ആർ യു എ ഫിലിപ്പിനോ, ആർ യു എ പൊളിനീഷ്യൻ, ആർ യു എ പോർച്ചുഗീസ്. അപ്പോൾ നമ്മുടെ ഈ പെൺകുട്ടിയുടെ ഇംഗ്ലീഷ് കേട്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു നോളജ് കേട്ടിട്ടോ ഒക്കെ ആയിരിക്കാം ഫിലിപ്പിനോ ആണോ, അല്ലെങ്കിൽ പൊളിനീഷ്യയിൽ നിന്നുമുള്ളതാണോ, അല്ലെങ്കിൽ പോർച്ചുഗൽക്കാരിയാണോ എന്നൊക്കെ എന്നോട് എൻക്വയറി ചെയ്യാറുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്നോട് ചോദിക്കാനുള്ളത്, ആർ യു എൻ അമേരിക്കൻ, ആർ യു നേറ്റീവ് ഓഫ് ദിസ് ലാൻഡ്, ദിസ് അമേരിക്കയിലെ ഈ രാജ്യത്തിലെ സ്വന്തം സ്ത്രീയാണോ താങ്കൾ എന്ന് ചോദിക്കപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ബട്ട് ഇൻസ്റ്റഡ് അതിന് പകരമായിട്ട് ചോദിക്കുന്നത്, വെദർ യു ബിലോങ് ടു ഫിലിപ്പിൻ നേഷനിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ പൊളിനീഷ്യൻ ദ്വീപുകളിൽ നിന്ന് വന്നതാണോ, പോർച്ചുഗൽ കൺട്രിയിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, ദാറ്റ് ടൈം ഐ ഫെൽറ്റ് സോ മച്ച് ഡിപ്രസ്ഡ്. വളരെയധികം നിരാശാവിഷമം എനിക്ക് തോന്നാറുണ്ട്. സോ പറയുക, ദേ നെയിംഡ് ഓൾ കളേഴ്സ് എക്സെപ്റ്റ് വൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് വൈറ്റ്, താങ്കൾ ഒരു അമേരിക്കക്കാരിയാണല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ബാക്കി എല്ലാ കളേഴ്സിലുമുള്ള, അതായത് ഓരോ രാജ്യത്തിനും പ്രത്യേകം കളേഴ്സ് ഇങ്ങനെ നിർണ്ണയിച്ച് കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗൽക്കാരികൾ അല്ലെങ്കിൽ പോർച്ചുഗൽ മെമ്പേഴ്സ് ഈ നിറമായിരിക്കാം, ജപ്പാനിലുള്ളവർ ഈ നിറമായിരിക്കാം. സോ പബ്ലിക് പീപ്പിൾ അല്ലെങ്കിൽ പൊതുസമൂഹം എന്നോട് മറ്റെല്ലാ രാജ്യത്തുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാറുണ്ട്. ബട്ട് വൈറ്റ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പേര്, അല്ലെ അമേരിക്കക്കാരി എന്നുള്ള തരത്തിൽ ആരും എന്നോട് തിരക്കിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ദ ഷെൽ ഓഫ് മൈ സോൾ, അതായത് എൻ്റെ ആത്മാവിൻ്റെ പുറം ചട്ട ഇരിക്കുന്നത് തന്നെ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്, വൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഒക്കെ പൂർണ്ണമായിട്ട് ഇപ്പോൾ വൈറ്റാണ്. ബിക്കോസ് ഐ ഓൾറെഡി ഇമേഴ്സ്ഡ് മൈസെൽഫ് ഇൻ ദ കൾച്ചർ ഓഫ് അമേരിക്ക. അമേരിക്കൻ സംസ്കാരത്തിൽ ഞാൻ മുങ്ങി താഴ്ന്നിരിക്കുകയാണ്. എൻ്റെ മൈൻഡും എൻ്റെ ആത്മാവും ഒക്കെ ഇപ്പോൾ അമേരിക്കൻ കൾച്ചർ അല്ലെങ്കിൽ വൈറ്റ് കൾച്ചറുമായിട്ട് ബന്ധിതമാണ്. ബട്ട് പബ്ലിക് എന്ത് ചെയ്യുന്നില്ല, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ്. See, when I was growing up, I felt dirty. I thought that God made white people clean, and no matter how much I bathed, I could not change. I could not shed my skin in the grey water. See, ഈ ലൈൻസ് പറഞ്ഞേക്കുന്നത്
തനിക്ക് തന്നോട് തന്നെ തോന്നുന്ന ഒരുതരം വെറുപ്പ്. നമ്മൾ ലാസ്റ്റ് സെഷനിലൊക്കെ പറഞ്ഞൊരു വേർഡുണ്ട്, സെൽഫ് ലോത്തിങ്. തനിക്ക് തന്നോട് തന്നെ തോന്നുന്ന ഹേട്രഡ്നെസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ദൈവത്തെയും എന്ത് ചെയ്യുകയാണ്, ഷീ ആക്ച്വലി ബ്ലെയിംഡ് ഗോഡ് ഓൾസോ. ഈശ്വരനെയും ബ്ലെയിം ചെയ്യുന്ന ഒരു 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 ലെവലിലേക്ക് കാര്യം മാറുകയാണ്. ഓക്കെ, ബിക്കോസ് ഷീ കാണ്ട് കംപ്ലീറ്റ്ലി അസിമുലേറ്റ് അമേരിക്കൻ കൾച്ചർ ആൻഡ് അമേരിക്കനായിട്ട് മാറാൻ കഴിയാത്തത് കൊണ്ട്. ബിക്കോസ് താൻ എങ്ങനെയെല്ലാം അമേരിക്കക്കാരിയാകാൻ സാധിക്കുമോ, ത്രൂ ലാംഗ്വേജ്, ത്രൂ കൾച്ചർ, ത്രൂ സ്റ്റൈൽ, ത്രൂ വാല്യൂസ്, ഈവൻ ത്രൂ ഫുഡ്. ഈ പലതരത്തിലൂടെ അമേരിക്കക്കാരിയാകുമ്പോൾ പബ്ലിക് ചോദിക്കുന്നത്, ഓ പോർച്ചുഗീസുകാരിയാണല്ലേ, അല്ലെങ്കിൽ ഫിലിപ്പീനിൽ നിന്ന് വന്നതാ എന്ന് ചോദിക്കുമ്പോൾ ഷീ വാസ് ടോട്ടലി ഡിപ്രസ്ഡ്. അപ്പോൾ തന്നെ ഒന്ന് ഹേറ്റ് ചെയ്തുകൊണ്ട്, വെറുത്തുകൊണ്ട് പറയുവാണ്, ഐ ഫെൽറ്റ് ഡേർട്ടി. അപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും ഞാനൊരു വളരെ ഒരു വൃത്തികെട്ടതാണ്, അല്ലെങ്കിൽ വളരെ മലിനമായ ഒരു സ്ത്രീയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഐ ഫെൽറ്റ് ഡേർട്ടി. അതായത് എത്ര തന്നെ കഴുകിയാലും കുളിച്ചാലും തേച്ചാലും മായ്ച്ചാലും പോവില്ല എൻ്റെ ഈ നിറം എന്നാണ് ഇനി പറയുന്നത്. ഐ തോട്ട് ദാറ്റ് ഗോഡ് മെയ്ഡ് വൈറ്റ് പീപ്പിൾ ക്ലീൻ. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് ഈസ് ആക്ച്വലി സോ ബയസ്ഡ് ഓർ പാർഷ്യൽ. അപ്പോൾ ഗോഡ് ആരാണ്? ഒരു പാർഷ്യലായിട്ടുള്ള, ഈശ്വരൻ ഒരു പാർഷ്യലാണ്. അതായത് വൈറ്റ് പീപ്പിളിനെ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലീൻ ആയിട്ടിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ നരേറ്റർ മനസ്സിലുള്ള ആ ഒരു ദേഷ്യമോ വിഷമമോ ഒക്കെയാണ് ഇവിടെ പുറത്തേക്ക് ഒഴുകുന്നത്. ലോകത്തിൽ വൈറ്റ് പീപ്പിളാണ് ക്ലീൻ ആയിട്ടുള്ള ആൾക്കാർ, വൈറ്റ് പീപ്പിളാണ് വൃത്തിയുള്ളവർ, അവരാണ് മാന്യർ. അവർക്ക് മാത്രമേ പല കഴിവുകളും, അവർക്ക് മാത്രമേ ക്വാളിറ്റിയുള്ളൂ, പ്രത്യേകിച്ച് ബ്യൂട്ടി, സൗന്ദര്യമുള്ളവർ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഗോഡ് തന്നെ ഈ മനുഷ്യരെ അങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. വൈറ്റ് എന്നും ബ്ലാക്ക് എന്നും ബ്രൗൺ എന്നും യെല്ലോ എന്നും ഒക്കെ. സോ ഗോഡ് തന്നെ വൃത്തിയുള്ള ആൾക്കാരെ സൃഷ്ടിച്ചിരിക്കുന്നത് വൈറ്റ് കളറിലാണ്. ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ ബേത്ഡ്, ഇനി ഞാൻ എത്രമാത്രം കുളിച്ചാലും, ഞാൻ എത്രമാത്രം ഷവറിന് കീഴിൽ നിന്നാലും, മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്താലും, ഐ കുഡ് നോട്ട് ചേഞ്ച്. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, എൻ്റെ കളർ ഒരിക്കലും ചേഞ്ച് ആവുകയില്ല. സോ എൻ്റെ കളർ ഒരിക്കലും ചേഞ്ച് ആകാത്തിടത്തോളം കാലം I will always be a dirty person. ഞാൻ എപ്പോഴും ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ഈ ഭൂമിയിൽ കഴിയേണ്ടി വരും. യെസ്, ഷെഡ് എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ഓർ ടു വൈപ്പ് ഔട്ട്, വിച്ച് മീൻസ് ആഫ്റ്റർ ബ്ലെയിമിങ് ഹെർസെൽഫ്, ആഫ്റ്റർ ബ്ലെയിമിങ് ഗോഡ് പറയുവാണ്, ഇനി എന്തുമാത്രം കുളിച്ചാലും എൻ്റെ സ്കിൻ ഒരിക്കലും എനിക്ക് ഐ കാൺട്ട് റിമൂവ് അറ്റ് ഓൾ. Okay, which means she came to know that how many times she bathed, her skin color was not going to change. Her skin color was not going to remove. ഓക്കെ, ഇനി എന്തുമാത്രം കുളിച്ചാലും തൻ്റെ സ്കിൻ കളർ ഒരിക്കലും ഒരു വെള്ളത്തിലും എന്ത് ചെയ്യില്ല, മാറുകയില്ല, അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. Next, actually we are moving towards the end of the poem, only a few lines. When I was growing up, I swore I would run away to purple mountains, houses by the sea with nothing over my head, with space to breathe, uncongested with yellow people in an area called Chinatown, in an area I later learned was ghetto, one of many hearts of Asian America. See, this can be termed as the second last stanza of the poem. So, this is a stanza where she finally accepts her Chinese identity, her Chinese culture. We can see a transition from her negative views to positive views, and she reached a self-realization stage. അപ്പോൾ ഈ വാക്കുകളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് ഇൻ ദ ഫൈനൽ സ്റ്റാൻസ്, ദിസ് ഇസ് ആക്ച്വലി എ പോസിറ്റീവ് സ്റ്റാൻസ്. ഫ്രം ഹിയർ ഓൺവേർഡ്സ് വി ക്യാൻ സീ എ പോസിറ്റീവ് നോട്ട്. നമ്മൾ വേറൊരു ഭാഗത്തിൽ കണ്ടതുപോലെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോം ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതായത് അവൾ തൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഒരു പോസിറ്റീവ് സൈഡിലേക്ക്, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വീക്ഷണം, നല്ല വീക്ഷണം, ജീവിത വീക്ഷണം ഉണ്ടെങ്കിൽ ജീവിക്കുന്നതിലൊക്കെ ഒരു അർത്ഥമുള്ളൂ.
അപ്പോൾ ആ അർത്ഥത്തെ അവൾ കണ്ടെത്തുകയാണ്. ഷി ഫൈൻസ് ഹെർ മീനിങ്, ദ മീനിങ് ഓഫ് ലൈഫ്. അതാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. ദിസ് ഇസ് എ സ്റ്റാൻസ് വേർ ഷി ആക്സെപ്റ്റ്സ് ഹെർ ചൈനീസ് ഐഡൻറ്റിറ്റി, ഹെർ ചൈനീസ് കൾച്ചർ. അപ്പോൾ സ്വന്തം ചൈനീസ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ചൈനീസ് സ്വത്വബോധം തിരിച്ചറിയുകയും ചൈനീസ് കൾച്ചർ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ലൈൻസ് ഉൾക്കൊള്ളുന്ന സ്റ്റാൻസയാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം കാണുന്നുണ്ട്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കും. അതുപോലെ തന്നെ മനോഭാവം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ആറ്റിറ്റ്യൂഡ് ടു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്നും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നരേറ്റർ മാറുകയാണ്. ലൈക്ക് എ സെൽഫ് റിയലൈസേഷൻ, അങ്ങനെയാണ് ടെക്സ്റ്റിൽ ഒരു വേർഡ് എഴുതിയിരിക്കുന്നത്. ഒരു സെൽഫ് റിയലൈസേഷൻ ഡോൺ ചെയ്യുകയാണ്. ഓക്കെ, ഒരു തന്നെ മനസ്സിലാക്കുന്ന, തന്നെ ഒരു അറിയുന്ന ഒരു തിരിച്ചറിവിൻ്റെ ഒരു മനോഭാവത്തിലേക്ക്, അവസ്ഥയിലേക്ക് ഇവിടെ നരേറ്റർ വരികയാണ്. ഓക്കെ, so when I was growing up, I swore. After feeling all these things, after experiencing these things, she came to a self-realization, ഒരു enlightenmentലേക്ക് വരികയാണ്. ഓക്കെ, ഐ സ്വോർ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഐ സ്വോർ മീൻസ് പ്രോമിസ് ചെയ്യുന്നു. ഐ എം പ്രോമിസിങ് ഐ വിൽ റൺ അവേ ടു പർപ്പിൾ മൗണ്ടൻസ്. എനിക്ക് ഇവിടെ നിൽക്കണ്ട. ഐ ഹാവ് ടു ഗോ അവേ. ഐ ഹാവ് ടു റൺ അവേ ടു സംവെയർ എൽസ്. എനിക്ക് മറ്റ് എവിടെയെങ്കിലും ഒന്ന് ഓടിപ്പോകണം. എവിടേക്കാണ് പോകേണ്ടത്? പേർപ്പിൾ മൗണ്ടൻസ്. സി, പേർപ്പിൾ മൗണ്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ പേർപ്പിൾ മൗണ്ടൻസ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അത് ഇങ്ങനൊരു ഈ മൗണ്ടൻസ് ഉണ്ട്. ചൈനയിലും ഇങ്ങനൊരു പേർപ്പിൾ മൗണ്ടൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അമേരിക്കയിലുണ്ട്, അലാസ്ക, അവിടെയൊക്കെ കൊളറാഡോ. സോ പേർപ്പിൾ മൗണ്ടൻസ് എന്ന് പറയുന്നത് മേ ബി ഒന്ന്, പേർപ്പിൾ മൗണ്ടൻസ് റിപ്രസെൻറ്റ്സ് ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം നൽകുന്ന, മറ്റാരും ഉപദ്രവിക്കാൻ ഇല്ലാത്തൊരു ഇടം. പേർപ്പിൾ മൗണ്ടൻസ് ആർ ആക്ച്വലി സോ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, ഒരു ഫ്രീഡം തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഓൾസോ പേർപ്പിൾ മൗണ്ടൻസ് ഞാൻ പറഞ്ഞു, അത് ചൈനയിലുള്ള ഒരു മൗണ്ടൻ കൂടെയാണ്. ചൈനയിൽ ഇങ്ങനെ ഈ പേർപ്പിൾ മൗണ്ടൻ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. സോ ഗോയിങ് ബാക്ക് ടു ഹെർ ഓൺ കൾച്ചർ എന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പേർപ്പിൾ മൗണ്ടൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്രീഡം ആഗ്രഹിക്കുന്ന, ഇത്തരത്തിലുള്ള മറ്റു പല നേരത്തെ പറഞ്ഞ ചിന്തകളൊന്നും വരാത്ത, നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസസ്, അനുഭവങ്ങളൊന്നും വരാത്ത ഒരു സ്ഥലത്തേക്ക് ഫ്രീഡം ആഗ്രഹിച്ചുകൊണ്ട്, അതായത് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ലഭിക്കുവാനായിട്ട്. സോ ഒന്ന് ഫ്രീഡം, മറ്റൊന്ന് ഗോയിങ് ബാക്ക് ടു ഹെർ ഓൺ കൾച്ചർ. കാര്യം സ്വന്തം രാജ്യത്തൊരു പർപ്പിൾ മൗണ്ടൻ ഉണ്ട്. അപ്പോൾ സ്വന്തം രാജ്യത്തിലേക്ക് പോകാനോ സ്വന്തം കൾച്ചർ, സ്വന്തം സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു പോകാനോ ഒക്കെ ആഗ്രഹിക്കുകയാണ്. ഹൗസസ് ബൈ ദ സീ വിത്ത് നത്തിങ് ഓവർ മൈ ഹെഡ്. സോ ഇവിടെ തീരപ്രദേശത്ത് വീട് കൂട്ടിയിട്ട്, അതായത് തീരപ്രദേശത്ത് ഉള്ള ഭവനങ്ങളിൽ പാർക്കുവാനായിട്ട്, വിച്ച് മീൻസ് നോ നീഡ് ടു തിങ്ക് ഓഫ് എനിത്തിങ്. സോ വി നോ ദാറ്റ് സീ ഷോർ അല്ലെങ്കിൽ സീ പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്. അവിടെ നമുക്ക് ഉല്ലാസത്തോടെ സമയം സ്പെൻഡ് ചെയ്യാം. നോ നീഡ് ടു തിങ്ക് ഓഫ് എനിത്തിങ്. വേറെ ഒന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അവിടെ ആൾക്കാർ വന്ന് തൻ്റെ ഐഡൻറ്റിറ്റി ചോദിക്കുമെന്നോ തൻ്റെ ലാംഗ്വേജ്, തൻ്റെ സംസ്കാരം, കൾച്ചറിനെ ചോദ്യം ചെയ്യുന്നൊന്നും ചിന്തിക്കുന്നില്ല. ആരും അങ്ങനെ ചോദിക്കത്തുമില്ല. സോ ഷീ ലൈക്ക്, സോ ദെയർ ഷീ വുഡ് ഗെറ്റ് ഓപ്പൺ സ്പേസ് ടു ബ്രീത്ത് ഓൾസോ. വളരെ സ്വതന്ത്രമായിട്ട് ശ്വസിക്കുവാനുള്ള ഒരു ഓപ്പൺ സ്പേസ് കൂടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ലഭിക്കും. സീ സൈഡിലും പേർപ്പിൾ മൗണ്ടൻസിലും ഒക്കെ. ദെൻ അൺകൺജസ്റ്റഡ് വിത്ത് യെല്ലോ പീപ്പിൾ ഇൻ ആൻ ഏരിയ കോൾഡ് ചൈന ടൗൺ. ആ പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് വാസ് ആക്ച്വലി ഹാവിങ് പീപ്പിൾ ഓഫ് ഹെർ ഓൺ കൾച്ചർ, ഹെർ ഓൺ കമ്മ്യൂണിറ്റി. തൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റി താമസിക്കുന്ന പ്ലേസ് ആയ ചൈന ടൗണിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, യെല്ലോ പീപ്പിൾ മെൻഷൻസ് അബൌട്ട് ദ ചൈനീസ് പീപ്പിൾ. സോ ചൈനീസ് പീപ്പിൾ ഒരുമിച്ച് പാർക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ചൈന ടൗൺ എന്ന് പറയുന്നത്. അതായത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് പുറമെ മറ്റു പല ഇന്ത്യയിലുമുണ്ട് ചൈന ടൗൺ എന്ന് പറയുന്ന സ്ഥലം. അമേരിക്കയിലും ചൈന ടൗൺസ് ഉണ്ട്, ഒത്തിരി ചൈന ടൗൺസ് ഉണ്ട്. അതായത് അവിടെ ചൈന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചൈന പീപ്പിൾ ഒരുമിച്ച് താമസിക്കും. യു ക്യാൻ സീ ഇൻ ദ ഇമേജ്. ഇങ്ങനെ അവരുടെ ഒരു എന്താണ് പറയുക, ആർക്കിടെക്ചറൊക്കെ വെച്ചുകൊണ്ട് കെട്ടിടങ്ങൾ ആ മാതൃകയിലൊക്കെ കമാനങ്ങളൊക്കെ അങ്ങനെ പണിതുകൊണ്ട് അവരൊരുമിച്ച് താമസിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ചൈന ടൗൺ. ഇൻ എൻ ഏരിയ ഐ ലേറ്റർ ലേൺഡ് വാസ് ഗെറ്റോ. ആ പ്ലേസിൽ നമുക്ക് ഗെറ്റോ എന്നും കൂടെ പറയാൻ സാധിക്കും. അതായത് ഗെറ്റോ മീൻസ് എന്താ പറയുക, അതായത് ലൈക്ക് എ സ്ലം, ഒരു തെരുവ് പോലെ. അതായത് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ, ഒരേ സമുദായത്തിൽ പെട്ട ആൾക്കാർ തന്നെ ഒരുമിച്ച് കഴിയുന്ന, ഒരു റിലേറ്റീവ്സും നൈബേഴ്സും ഒക്കെ ആയിട്ട് ഒരുമിച്ച് അടുത്തടുത്ത വീടുകളിൽ ഇങ്ങനെ താമസിക്കും. അതിനെയാണ് നമ്മളെന്ത് പറയുക, അത്തരം പ്ലേസിനെയാണ് ഗെറ്റോ എന്ന് പറയുന്നത്.
ഓക്കെ. സോ ദാറ്റ് ഗെറ്റോ ഈസ് ഹിയർ ആക്ച്വലി എ ചൈന ടൗൺ. അപ്പോൾ ആ ചൈന ടൗണിലേക്ക് എനിക്ക് പോകണം. ദെയർ ഐ ഫീൽ അൺകൺജസ്റ്റഡ്. അവിടെ എനിക്കൊരിക്കലും ഒരു തിങ്ങി പാർക്കുന്നൊരു അനുഭവം തോന്നുകയില്ല. എനിക്കൊരു ഫ്രീഡം തോന്നും. സോ ഇവിടെ പറയുന്നത് അവൾക്ക് എനിക്ക് എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്വന്തം കൾച്ചറിലേക്ക് എനിക്ക് പോകണം. ദെയർ നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് ഹർ അബൌട്ട് മൈ ലാംഗ്വേജ്, അബൌട്ട് മൈ നേറ്റിവിറ്റി, അബൌട്ട് മൈ കൾച്ചർ, അബൌട്ട് മൈ സ്റ്റൈൽ എക്സെട്ര, ബിക്കോസ് മൈ ഓൺ കമ്മ്യൂണിറ്റി, മൈ ഓൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, വൺ ഓഫ് മെനി ഹാർട്ട്സ് ഓഫ് ഏഷ്യൻ അമേരിക്ക. അപ്പോൾ ഈ ഗെറ്റോയെക്കുറിച്ച് പറയുകയാണ്. ഗെറ്റോ ഈസ് ആക്ച്വലി വൺ ഓഫ് മെനി ഹാർട്ട്സ് ഓഫ് ഏഷ്യൻ അമേരിക്ക. ഏഷ്യൻ അമേരിക്കയുടെ ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് കുടികൊള്ളുന്ന ഇടം. അതായത് അവിടെയാണ് എൻ്റെ സ്വന്തം സ്ഥലം ഉള്ളത്. ഞാൻ നിൽക്കേണ്ടത് അവിടെ തന്നെയാണ്. സോ ഫൈനലി അല്ലെങ്കിൽ ലേറ്റർ ടൈം, ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം, ഷീ came to understand where her place was, where her community was. എവിടെയാണ് തൻ്റെ പ്ലേസ്, എവിടേക്കാണ് താൻ പോകേണ്ടതെന്ന് ഫൈനലി മനസ്സിലാക്കുകയാണ്. Then towards the very last stanza, I know now that once I longed to be white. How many more ways, you ask? Haven't I told you enough? So അവസാനമായിട്ട് പറഞ്ഞു വച്ചേക്കാണ്. See, once I longed to be white. എനിക്കിപ്പോൾ അറിയാം, ഒരു സമയത്ത് ഞാൻ വൈറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നു. നോട്ട് നൗ, പ്ലീസ് റിമെമ്പർ ദിസ് സെയിം ലൈൻ ആണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇൻ ദ വെരി ബിഗിനിങ് ഓഫ് ദ പോം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ലൈനോട് കൂടെയാണ്. ഐ നോ നൗ ദാറ്റ് വൺസ് ഐ ലോങ്ഡ് ടു ബി വൈറ്റ് എന്ന് പറയുന്ന ഈ സെയിം ലൈൻ തന്നെയാണ് എവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് ലൈൻ, അല്ലെങ്കിൽ പോം തുടങ്ങുന്നതും ഈ ലൈനോട് കൂടെയാണ്. സോ ദിസ് ലൈൻ ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ poetical device called refrain. Refrain എന്ന് പറയുന്ന poetical deviceൽ വരുന്ന ഒരു ലൈൻ കൂടെയാണ്. I know now that once I long to be white. അപ്പോൾ സോ പ്ലീസ് റിമെമ്പർ, ഈ പോയത്തിൽ നമുക്ക് റിഫ്രൈൻസ് 2 ലൈൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് when I was growing up, that repeated 11 times, and the other line is this line, I know now that once I longed to be white. Okay. How many more ways, you ask? നിങ്ങൾ എന്നോട് ചോദിക്കൂ. ജസ്റ്റ് ഇനി എത്ര കാര്യത്തിൽ എത്ര തവണ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. യു ആസ്ക് ഹൗ മെനി മോർ വെയ്സ്, ഞാൻ ഏതെല്ലാം വഴികളിൽ ഞാൻ വൈറ്റ് ആകാൻ ആഗ്രഹിച്ചു, നിങ്ങളെന്നോട് ചോദിക്കും. ഹാവിൻറ്റ് ഐ ടോൾഡ് യു ഇനഫ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ ഏതെല്ലാം തരത്തിലാണ് ഞാൻ വൈറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നത്. സ്റ്റൈൽ മാറ്റിക്കൊണ്ട്, ഫുഡ് കൾച്ചർ മാറ്റിക്കൊണ്ട്, എൻ്റെ ലാംഗ്വേജ് മാറ്റിക്കൊണ്ട്, പലതരത്തിൽ ഞാനിങ്ങനെ വൈറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നു. ഏതെല്ലാം തരത്തിലാണ് ഞാൻ വൈറ്റ് ആകാൻ ആഗ്രഹിച്ചതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നാണ് ആ ഒരു ഹാവിൻറ്റ് ഐ ടോൾഡ് യു എനഫ് കൊണ്ട് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ഐ റിയലി ഓപ്പൺലി ഐ ഷെയർഡ് വിത്ത് യു the ways, every ways, all ways that I changed myself during my adolescent time, during my teenage time. Okay, so here ends the poem when I was growing up. It is actually a beautiful poem. ഒരു വളരെ മനോഹരമായ ഒരു പോയമാണ്. ഇതിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തുള്ള ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, അത് ഓപ്പണായിട്ട് ഇവിടെ എസ്പെഷ്യലി വരുന്നത് ഇമിഗ്രൻ്റ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ എന്താ പറയുക, ആ ഒരു വളരെ ടെക്നീക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. So I hope that all of you enjoyed the poem. So students, wish you a happy learning time ahead.